അത് ശരി, എനിക്കിപ്പോ കാര്യം പിടികിട്ടി. എനിക്ക് ഈ കുടുംബത്തെ സൗന്ദര്യമില്ല, അതുകൊണ്ട് നീ കണ്ണി കണ്ണ ആണുങ്ങളുടെ ഒക്കെ നീ വിളിച്ചു കയറ്റി നീ ശൃംഖലയിലടി. ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. പിന്നെ ചേട്ടൻ ചുമ്മാ എപ്പോഴും ഇങ്ങനെ പറയരുത് സൗന്ദര്യം ഇല്ലെന്ന്. ചേട്ടന് നല്ല സൗന്ദര്യമുണ്ട്, ശരിക്കും കണ്ടാലുണ്ടല്ലോ ഒരു തമിഴ് നടന്റെ ചായ ഉണ്ട്. നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഏതോ പാണ്ടിക്കേണ്ടതാണെന്ന് പറഞ്ഞോണ്ട് എന്റെ അമ്മേനെ അപ്പൻ്റെ അടുത്ത് എന്ന് ഇടിയാ. നീ ഇതിങ്ങളെ കട്ടിട്ട് ഇടിയുടെ എണ്ണം കൂട്ടാൻ. അല്ല അതൊക്കെ പോട്ടെ എടി, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഈ വീടിന് പുറത്തേക്ക് വരണം നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇപ്പൊ എവിടെ പോയിട്ട് വരുവാടി? അത് ഞാനേ നമ്മുടെ പഞ്ചായത്ത് കുളത്തിലൊന്നും കുളിക്കാൻ പോയതാ. ദൈവമേ, പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാനോ? നീയോ വീടിന് പുറത്തിറങ്ങണെന്ന് പറഞ്ഞ നീ പഞ്ചായത്ത് കുളത്തിൽ എന്താടി കുളിക്കാൻ പോയോ? ഓ എന്റെ ചേട്ടാ, അപ്പോഴല്ലേ നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞത് ഇവിടെ പൈപ്പിൽ വെള്ളമില്ലെന്ന്. എന്നാ അടിക്കാൻ പാടില്ലായിരുന്നോ? അയ്യോ, പൈപ്പിൽ വെള്ളമില്ലെന്ന് പറഞ്ഞതിന് ഭർത്താവിന്റെ അമ്മയെ തല്ലി എന്നുള്ള പേര് എനിക്ക് കേൾക്കാൻ വയ്യ. എന്റെ അമ്മേനെ തല്ലുന്ന കാര്യമല്ല പറഞ്ഞേ, നിനക്ക് മോട്ടടിക്കാൻ പാടില്ലായിരുന്നോ? ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനിയിപ്പൊ മോട്ടർ അടിച്ചില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഈ പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര നൊസ്റ്റാൾജിയായിട്ടാ. നിനക്ക് എനിക്കറിയാം, നിനക്ക് നൊക്ലാച്ചിയൊക്കെ ഉള്ള ആളാന്നുള്ളവരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിയിട്ട് വന്നതിനെ കാച്ചു കുത്തിയാൻ കുത്തുന്നു. മനസ്സിലായിട്ട് എനിക്ക് നീ പോയി പോണി. നീ നൊക്ലാച്ചിയ എനിക്കെല്ലാം മനസ്സിലാവുണ്ട്. എനിക്ക് സൗന്ദര്യമില്ല, നിനക്ക് നൊക്ലാച്ചിയ ഒപ്പം നീ കേട്ടോ. ചേച്ചി, ചേട്ടനോട് ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നോ? അല്ല നീ എവിടെ പോണേ? ഞാനിങ്ങനെ അപ്പുറത്തെ വഴിയില്ലേ, അവിടെ വഴി അപ്പുറത്തോടെ വഴി. അപ്പുറത്തെ വഴിയില്ലേ ഭയങ്കര മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര ചളിയൊക്കെ ആയിട്ട്, അതുകൊണ്ട് ഞാൻ ഈ വഴിക്ക് പോണേ. അപ്പൊ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ വഴി പോകുമ്പോഴേ പല ചായയൊക്കെ തന്നിട്ട് നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് കയറത്ത്. നീ അപ്പൊ ഇതിൽ സ്ഥിരം പോവാറുണ്ട്, ചായം കുടിക്കാറുണ്ടല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലി വന്നു ഇനി നിന്നെ എന്റെ പറമ്പിലെങ്ങാനും കണ്ടാ കേട്ടോ. ആനാന്നോ? നീ ഇന്ന് ചായ കുടിച്ചു, നാളെ കാപ്പി കുടിച്ചു, നാളെ കഴിഞ്ഞ് നീ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ? എന്താ ചേട്ടാ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചൂടാവണം? ഞാൻ അവിടെ കുളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദിവസം ഈ വഴിക്കല്ലേ പോവാറ്. ഏത് കുളത്തില്? ഇവിടുത്തെ പഞ്ചായത്ത് കുളത്തില്. പഞ്ചായത്ത് കുളത്തിൽ നീ കുളിച്ചോ? കുളിച്ചു. നീ എപ്പോഴാ പോയേ? ഞാൻ രാവിലെ പോയിട്ട് നീ ഇപ്പഴാണോ വന്നെ? അതെ. എടാ എടീ ചേട്ടാ, ഈ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കുന്നതേ ഒരു നൊസ്റ്റാൾജിയാണെന്നേ. എടീ നിന്റെ നൊക്ലാച്ചി ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. നൊക്ലാച്ചി നമ്മള് പാവപ്പെട്ടോ, എനിക്ക് പകുതിയൊക്കെ കിട്ടുള്ളൂ, നൊക്ലാച്ചി എന്നൊക്കെ എനിക്ക് കിട്ടുള്ളൂ. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ല. പിന്നെ ചേട്ടന്റെ ഭാര്യ നല്ലോണം പാട്ടൊക്കെ പാടുമല്ലോ. ഇത്രയും നാളായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ അവര് ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ പാടി കേട്ടിട്ടില്ല. ചുമ്മാ പറയല്ല കേട്ടോ, ഞാൻ കേട്ടല്ലേ പാട്ട് പാടുന്നേ. അവളോ പാട്ട് പാടണോ? നീ നോണ ഞാൻ പാട്ട് പാടുന്ന കേട്ടാണെന്നേ. നീ കേട്ടോ? അട്ടാ നീ ഏത് പാട്ടാ പാടിയത്? കയറിപ്പൊടിയകത്ത് പാവയുടെ മോന്തയും വെച്ചോണ്ട് ഓർഡർ. നിന്നോട് നീ ഞാൻ പ്രത്യേകിച്ച് പറയണോളാ ഞാൻ. കൂടാ അവൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ അടുക്കളയില്ലേ, അങ്ങോട്ട് കൂടാ. നെഞ്ചത്തിട്ട് മാത്രമേ മൊബൈലാണ്. ഹലോ ഹലോ. എടാ സതീശ, എന്താ മുതലാളി? എടാ നീ വണ്ടി ഓടിക്കാൻ വരണില്ലേ? വണ്ടി നോക്കാൻ വരലില്ലെന്നോ? എടാ ഇന്ന് വണ്ടി ലോഡ് കൊണ്ടുപോണ്ടേ, വടക്കൻ നാട്ടോട്ട് ലോഡ് കൊണ്ടുപോണ്ടേ. ഇന്നോ? പിന്നെ ഞാനോ? മുതലാളി അത് പറ്റില്ല. എന്താ? എന്റെ പൊന്നു മുതലാളി, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, തന്നെ രാത്രിയാണ്. ഇപ്പൊ ഭാര്യ മാത്രമേ ഉള്ളൂ, കുറച്ചും കൂടെ കഴിഞ്ഞ 2 കുട്ടികളും ആവും. അതെന്നെ മുതലാളി എന്നെ വർത്താനം പറഞ്ഞ? ഞാൻ വണ്ടി ഓടിക്കാൻ അവിടെ വരുമ്പോ ഇവിടെ കുട്ടികൾ ഉണ്ടാവുന്ന മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എടാ അതല്ലെന്ന്. എടാ കുറച്ചും കൂടെ കഴിയുമ്പോൾ 2 കുട്ടികളാവണ്ട, നിനക്ക് ജീവിക്കണ്ട. നീ ആദ്യം ജോലി ചെയ്യും മര്യാദക്ക്. അല്ല മുതലാളി, ഞാൻ ഒന്നും പറയണ്ട. നീ അരമണിക്കൂറിനാവും വണ്ടി അടക്കുന്ന സ്ഥലത്ത് വരണം. റോഡ് പിക്കുന്നോ? എന്റെ അടുത്ത് റോഡ് പിക്ക് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നേ? അവർക്ക് വിഷമാവൂലോ. പറഞ്ഞേ ഇതെവിടുന്ന? എടീ നീ വന്നേ. നമ്മള് ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് നീ ഞെട്ടരുത്, പിടിച്ചു നിക്കണം. നമ്മള് എനിക്ക് മനസ്സിലായി. അയ്യോ എന്റെ അമ്മ പോയേ. എല്ലാം കൂടെ കറങ്ങിത്തിരി നീ എന്തിനാണ് എന്റെ അമ്മയുടെ തലയിൽ വെക്കണേ? എടി എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ട് നീ ഞെട്ടരുത്. മുതലാളി പറഞ്ഞു വടക്കൻ നാട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോണോന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പോ നമ്മൾ പോയി കഴിഞ്ഞ് ഞാൻ 6 മാസം കഴിഞ്ഞടി ഞാൻ വരുള്ളൂ. അതുകൊണ്ട് നീ പിടിച്ചു നിക്കണം. എന്തോന്ന് പിടിച്ചു നിക്കണോന്ന്? നിങ്ങൾ മര്യാദക്ക് ജോലിക്ക് പോവാൻ മനുഷ്യ. അപ്പൊ നിനക്കൊരു വിഷമമില്ല ഞാൻ പോയാൽ? എന്തോന്ന് നിങ്ങൾ ജോലിക്കല്ലേ പോകുന്നേ, അല്ലാതെ എന്നെ ഇട്ടേച്ച് പോകുന്നല്ലോ. എന്നെ കഠിനകൃതിയുള്ള ഭാര്യയാടി നീ. ഒരു കഠിനകൃതിയൊന്നും അല്ല, സ്നേഹമുള്ളതുകൊണ്ടാ പറയുന്നത് ജോലിക്ക് പോണോന്ന്.
ഏത് സൗന്ദര്യമുള്ള ഭാര്യയുള്ള ഭർത്താക്കന്മാരുടെ ഗതി ഇതാണല്ലോ എന്റെ വാവാ. ഏ? ഏത് കഠിനകൃത്. ഇതാണോ നീ പറഞ്ഞ നിന്നെ കെട്ടിയോന്? ഒരു മോനും ഇല്ലല്ലോ ഇറക്കാം. അത് ശരി, നീ ഇവിടെ മന്നോടൊക്കെ എന്റെ കുറ്റം എഴുന്നള്ളിക്കല്ലേ? അയ്യോ, അവള് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഇച്ചിരി സംശയരോഗം ഉണ്ടെന്ന് മാത്രമേ അവള് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എനിക്ക് സംശയരോഗമാണെന്ന് പറഞ്ഞോടി നീ. ഇല്ല, അതിന് ചെവി ഏക്കാത്തതാ, കണ്ടില്ലേ, പുരാവസ്തുവാ. പിന്നെ നിങ്ങൾ ഏതായാലും 6 മാസം കഴിഞ്ഞല്ലേ വരുവുള്ളൂ. അപ്പൊ ഞാൻ കൂട്ട് കിടക്കാൻ വേണ്ടി വിളിച്ചതാ. ഇവരെയോ? ഇവരിപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്നില്ലേ? ആണോ? അവരാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൂട്ട് കിടക്കാനൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ മൂത്ത മോടെ ഒരു കുഞ്ഞുണ്ട്, പൊടിമോനെ. അവനെ ആ വീട്ടിലെ അവനെ നിർത്തിയേക്കുന്നതേ. അപ്പൊ 2 മുറിയുള്ളൂ ഞങ്ങളുടെ വീട്ടില്. അതെന്നാ 2 മുറിയുള്ളതായത്? ഒരു മുറിക്കകത്ത് ഒരു കട്ടിലുണ്ട്, അതിലാ പൊടിമോൻ കിടക്കുന്നത്. ആണോ? ഞാൻ താഴെയാ കിടക്കുന്നത്. ഈ കൊച്ചിന് വേണമെങ്കിൽ ആ മൂലയ്ക്ക് എവിടെയെങ്കിലും വന്ന് കിടക്കാം. അതെന്തിനാ മൂലക്ക് കിടക്കണേ? ആ വീട്ടില് 2 മുറിയില്ലേ? ആ മുറിയിൽ ഒരു അപ്പുറത്തെ മുറിയിൽ കിടത്തണം. അയ്യോ മക്കളെ, അങ്ങനെ കിടത്താൻ പറ്റത്തില്ലടാ. അതേ ബിവറേജിന് കൊടുത്തേക്കുവാ. ബീവറേജില് കള്ളൂടിയന്മാര് വന്ന സ്ഥലത്ത് എന്റെ പെണ്ണുമ്പിളേനെ വിടാനോ? നടക്കില്ലട്ടാ. നീ എന്നാണ് ഈ പറഞ്ഞ? നീ നടക്കില്ല, ഒന്നും നടക്കില്ല. അതല്ല, ഒരതുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ വീട്ടില് വേണമെങ്കിൽ ഞാൻ വന്ന് നിക്കാം. പക്ഷെ എന്റെ കൊച്ചുമോൻ പൊടിമോനും കൂടെ വരും. അവൻ വന്നോട്ടെ. പക്ഷെ അവൻ കട്ടിലല്ലേ കിടക്കും. അത് നടക്കില്ല. എന്റെ പെണ്ണുമ്പിളെ കട്ടിലെ കിടക്കണം. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ ഒച്ചയ്ക്ക് നിക്കണോ? വേണ്ടല്ലോ. ആ ചെറുക്കൻ ആ മൂലക്ക് എങ്ങാനും കിടന്നോട്ടെ. നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ലല്ലേ? എന്താ ഒരു കുഴപ്പമില്ല, അവര് വന്ന് നിക്കട്ടെ. എന്നാ ശരി. എന്നാ ഒരു കാര്യം ചെയ്യാ, പോരെ. എന്നാ ഞാൻ സാധനം ഒക്കെ എടുത്ത് പൊടിമോനെ വിളിച്ചോണ്ട് വരാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇതെന്തോ നിങ്ങൾ കളിയാക്കുന്നേ? വർത്താനം പറയുമ്പോഴും സാധകം ചെയ്യണ ഒരു തള്ളേനെ ഞാൻ ആദ്യമായിട്ട് കാണും. അങ്ങനെയൊന്നും പറയരുത്, പ്രായമായതല്ലേ. എനിക്ക് ഇപ്പഴാ സമാധാനായ. ഇല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ വല്ല മരത്തേലും കൊണ്ടു ഞാൻ കയറ്റും. അതെ, ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു മുഴം മുന്നേ അറിഞ്ഞതാ. മിഞ്ഞാന്ന മുതലാളി വിളിച്ചപ്പോ ഞാൻ ആ ഫോൺ എടുത്തേ. അപ്പൊ എനിക്കറിയാലോ ചേട്ടൻ 6 മാസം പോവാന്ന്. ചേട്ടൻ അപ്പൊ കുളിക്കുവായിരുന്നു, ഞാൻ പറയാൻ മറന്നു കേട്ടോ. അപ്പൊ തന്നെ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു എനിക്ക് കൂട്ടിടക്കാൻ വന്നോന്ന്. എന്നെ ആലോചിക്കുന്നേ, കുളിക്കാൻ വഴി ഇല്ലല്ലോ. അങ്ങനെ തലയിൽ ഇച്ചിരി വെള്ളം വീണതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ നീ ഇങ്ങനെ നാണത്തെയൊക്കെ നിക്കുന്നേ. അത് കുഴപ്പമില്ല, അവര് വരുന്നേ. മുത്തശ്ശിയൊക്കെ വരുന്നേ. മുത്തശ്ശി വന്നത് പറഞ്ഞു, മുത്തശ്ശി അയലോക്കത്ത് വന്നു. എന്തിനാണ് നാണിക്കുന്ന പൊടി പോന്നെ? പൊടിമോൻ പഴയ സിനിമാ നടൻ രതീഷിന്റെ കൂട്ടിരിക്കണ ഇവനാണോ പൊടിമോൻ? അല്ല ഞാൻ ചോദിക്കട്ടെ, പെണ്ണുമ്പിളയുടെ കട്ടിന്റെ തൊട്ടടുത്ത് കിടന്നോളാന്ന് പറഞ്ഞ പൊടിമോൻ ഇതാണോ? അയ്യോ മോനെ, ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരു ബോധവും ഇല്ല. ആർക്ക്? എനിക്ക്. ചുമ്മാ അല്ലടാ നീ കറുത്ത് പടച്ചിരിക്കുന്നത്. ചുമ്മാ അല്ലടാ നിന്റെ പെണ്ണുപോലെ നിന്നെ സംശയിക്കുന്നത്. എടാ നീ ഇങ്ങനെ കരിമാക്കനാക്കി പോവോടാ. ചില പിള്ളേര് കാറുകളൊക്കെ കാണിച്ചിട്ട് ഓടിപ്പോണവര് പോയതുണ്ടോ? അവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റോടി? നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ആ കൂനിന് നോക്കി ഒരു ഇടി ഇടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആ കൂനിന്ന് പോയില്ലേ, ആ കൂന് നോക്കി ഒരു ഇടി ഇടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോക്കാനുള്ളത്. എന്റെ അടുത്ത് വേഷം കേട്ടെടുക്കാനുള്ളോ? ഹലോ, നമസ്കാരമുണ്ട്. ഇതാരാ എന്റെ വീട്ടില്? ഞാൻ ആനപ്പാപ്പൻ രാമു. ആനപ്പാപ്പൻ രാമുവാണെങ്കിലും സിനിമാടൻ രാമുവാണെങ്കിലും എന്താണ് എന്റെ വീട്ടിൽ കാര്യം? അതെ, ഈ തിരുമാടി രാജേഷ് എന്ന് പറഞ്ഞ ആനയുടെ പാപ്പനാ ഞാൻ. അതിന് 7 ദിവസമായി ആനയ്ക്ക് മതയിളകിയിട്ട്. ആന ഓടാ ഓട്ടം. അതിന് ലാസ്റ്റ് ആന ഈ തെങ്ങുംതോപ്പി വന്ന് കയറി ഞാൻ തളച്ചു ഇവിടെ ഇട്ടു. ആരെ? എന്റെ പറമ്പിലോ? എന്റെ പറമ്പിൽ കൊണ്ടുനട നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ കൊണ്ടൊന്നുമല്ലെന്നു. ആന വന്ന് കയറിയതല്ല, ഇവിടെ ഇട്ടല്ലേ തളയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അതിന് ഭക്ഷണം കൂടെ ഉണ്ടാക്കി കൊടുക്കണോ? വേണ്ട, അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ 1 മാസം ഇവിടെ ഉണ്ടല്ലോ. 1 മാസം? പിന്നെ 3 മാസം കഴിയണം ആനയുടെ മതം മാറണമെങ്കിൽ. ആണോ? ഈ പറമ്പിൽ കയറിയ മതം മാറുമോ? വാവത്താനെ ആന എങ്ങനെ വാവത്തണേ? ഇങ്ങനെ ആന വാവത്തണേ? അവിടെ ആനെ 3 ആനപ്പിന്റെ കൊടുത്ത് ക്ലാവർ പോലെയൊക്കെ അതിനകത്ത് ഇരിക്കാനെ ഇരിക്കാനവിടെ. അതെ, ആനയുടെ താഴെയും ക്ലാവർ മേളിലും ക്ലാവർ. ഏതായാലും ഞാനേ 3 മാസം ഇവിടെ അങ്ങ് താമസിക്കാം. 3 മാസം താമസിക്കാൻ പറ്റില്ല, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെയാന്നേ. ഈ ആന ഇവിടെ തളച്ചേക്കുമല്ലോ, ഇന്ന് തളച്ച് മാറണമെങ്കിൽ ഒരു 3 മാസം പിടിക്കും. അങ്ങനെ 3 മാസം പിടിക്കാൻ പറ്റില്ല, നടക്കല്ല. ഇയാൾ മാറിപ്പോയേ. ഞാനങ്ങോട്ട് പോവാൻ. അപ്പൊ ഇയാൾ എവിടെ കിടക്കും? അത് ഞാൻ ചോദിക്കട്ടെ. ഇയാൾ ഇനിയിപ്പോ എവിടെ കിടക്കാൻ പോകണം? ഞാൻ ഈ തിണ്ണ കിടന്നോളാം. അവിടെ ആനനെ കെട്ടിട്ട് ഇവിടെ ഈ തിണ്ണയിൽ വന്ന് കിടക്കാൻ ഇത് ദേവസ്വം ബോർഡിന്റെ അമ്പലം അല്ല, അത് മനസ്സിലായോ?
അത് നടക്കില്ല. ആ ഞാനൊന്നും പറഞ്ഞിരുന്നുള്ളൂ. വസന്ത ടി പി രാമു അത് തന്നെ. താനെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? അല്ല നീ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? നിന്റെ വീടോ? അപ്പൊ ഇതാരാ? എന്റെ ഭർത്താവ്. ഇതെടാ ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് നിന്റെ ഭർത്താവ്? താനെന്താ ഇവിടെ? അതെ ഞാൻ നമ്മുടെ ആന ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആണോ? ആ ഇതെന്താ ഈ ബാഗൊക്കെ ആയിട്ട്? അയ്യോ ഇത് ചേട്ടൻ 6 മാസത്തേക്ക് ജോലിക്ക് പോവാ. പറഞ്ഞു കൊടുക്കുക അപ്പൊ എല്ലാം റെഡി ആവൂല്ലോ. പറഞ്ഞു കൊടുക്ക. ഞാൻ 6 മാസം ഡേറ്റിംഗ് കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. പോവാ. അത് ആ ബാഗുമായിട്ട് വന്നതാണല്ലേ? ആ യാത്രയാക്കാൻ വേണ്ടി വന്നതാ. ശരി. ഇതൊന്നും നടക്കില്ല. ഇത് ആരടി ഇത്? ഇതാരത്? അതെന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. ആണല്ലേ? അന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു. ആനപ്പാപ്പാനാണോ ആയത്? പാപ്പാനാ? ഞാൻ വിചാരിച്ചു വലിയ പാട്ടുകാരനായി കാണുമെന്ന്. അപ്പൊ ആനപ്പുറത്തിരുന്ന പാട്ട്. അപ്പൊ മൈക്ക് സെറ്റ് വേണ്ടല്ലോ, എല്ലാവർക്കും കേൾക്കാം ഇങ്ങനെ താഴെയൊക്കെ. ഞാൻ ഈ ഏരിയ നമുക്ക് പരിചയമില്ലല്ലോ. ഇപ്പൊ അറിയാലോ, ഇവിടെ ധൈര്യമായിട്ട് തിണ്ണെ കിടക്കാലോ. ധൈര്യമായിട്ട് ഇനി നിനക്ക് തന്നെ കിടക്കാല്ലേ? നടക്കില്ലട്ടോ, ഈ പരിപാടി നടക്കില്ല. നീ എന്നാ നോക്കി കിട കയറി പൊടിയാത്ത പുള്ളി കൊള്ളാലോ. പിന്നെ ഇങ്ങോട്ട് ഇവക്കടെ ആങ്ങളെ കുറിച്ച് അറിയോ? ഇല്ല. വീരപ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ അയ്യോ കാട്ടുകള്ളം വീരപ്പന്റെ ശിഷ്യനല്ലേ? പിന്നെ തൃശ്ശൂർ പൂരത്തിന് ആന വന്നിട്ട് തലയിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചിട്ട് കൊമ്പ് ഉരുക്കിണ്ട് പോയവനാ. സെക്കൻഡ് ഒന്ന് വിളിച്ചോട്ടെ. ഹലോ മുതലാളി, അതെ ഇവിടെ വീരപ്പൻ എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആന കെട്ടാൻ പറ്റത്തില്ല. മുതലാളി ഞാനേ ഓക്കെ ആക്കിയിട്ടുണ്ട്. പേടിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. ഇവിടെ ചെറിയൊരു കച്ചപിച്ച. ഓക്കെ മുതലാളി. ഓക്കെ എടി വനജേ നീങ്ങ വാ. ഓന്ന് വിളിക്കണ നീ വാടി. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ വെറും പൊട്ടനാണോ? എടി ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ 6 മാസം നീ നിന്റെ കൂട്ടുകാരനായിട്ട് സംസാരിച്ച് നിൽക്കാന്നുള്ള വ്യാമോഹമല്ലായിരുന്നു നിന്റെ? എന്നെ പിച്ചു കീറോ? എടി അവനെ രായ്ക്ക് രാമായണം ഞാനിവിടെ പറത്തി. അവനെ ഞാൻ പറത്തി പൊക്കി വിട്ടിട്ടുണ്ട്. ഇനി എനിക്ക് സമാധാനമായിട്ട് പോവാലോ. ഞാൻ അവനെ പൊക്കി വിട്ടിട്ടുണ്ട്. ചെറിയൊരു ട്രിക്ക്. അതെ ഞാനെന്നാ പൊക്കോട്ടെന്നാ. എങ്ങടാ? ഞാൻ പോവാ, വീട്ടിലോട്ട് പോവാ. നീ പോവാണോ? കണ്ടോടി അവൻ പോവാന്ന്. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? പൊന്നും മോളെ പൊന്നു മോനെ. അപ്പൊ നീ ആനേനെ കൊണ്ടോണല്ലേ? ഇല്ല, ആനയെ നിങ്ങൾ നോക്കിയാ മതി. ആനേനെ ഞാൻ നോക്കണം. അതിന് തീറ്റ ഞാൻ കൊണ്ടു കൊടുക്കണോ? തീറ്റ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ 4 പോലീസുകാര്, 6 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര്, ഡോക്ടർമാര്, വൈദ്യന്മാരടക്കം ഒരു 30 പേര് ഇങ്ങോട്ട് വരും. അവരൊരു 3 മാസം ഇവിടെ നിൽക്കും. ഒരു അമ്പലക്കുളം ഉണ്ടല്ലോ, കുളിക്കുകയും ചെയ്യാൻ നല്ലൊരു വീട് കൊണ്ട് ഇവിടെ കിടക്കുകയും ചെയ്യാം. മനസ്സിലായോ? ആണല്ലേ? ദൈവമേ, ഒരുത്തനെ പറഞ്ഞു വിട്ടപ്പോ പള്ളിപ്പെരുന്നാളുള്ള ആളുകളാണല്ലോ വീട്ടിലേക്ക് ഇറച്ചി കയറി വരാൻ പോണേ. വനജേ ഞാൻ പോകുന്നില്ല.